ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് സ്കൂളൊക്കെ തുറന്നു, നമ്മുടെ മക്കളൊക്കെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടെയാണ് സ്കൂളിലൊക്കെ പോയത്. അപ്പോൾ നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങൊക്കെ മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കിൽ അപ്ലോഡ് ചെയ്യാൻ മറന്നുപോയി കേട്ടോ. അതാണ് സത്യാവസ്ഥ. പല തിരക്ക് കാരണം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ അങ്ങനെ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ പെരുന്നാളും സ്കൂൾ ഓർക്കലും എല്ലാം ഒരുമിച്ചായതുകൊണ്ട് അങ്ങനെ ഒരു ഹറിബറിയായിപ്പോയി. കാരണം ഇതിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ. വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ ഭാഗങ്ങളായിട്ട് ബോറടിപ്പിക്കാതെ നമുക്ക് കാണിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് ചെറിയ പോർഷൻസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും കാക്കയും അതേപോലെ കുട്ടികളും കാക്കൻ്റെ വൈഫും കൂടിയിട്ടായിരുന്നു നമ്മൾ പർച്ചേസിന് പോയത്. അപ്പോൾ കുറച്ച് ഡ്രസ്സ് എടുക്കേണ്ടിയിട്ടുണ്ടായിരുന്നു, ഡെയിലി വെയർ ആയിട്ടുള്ളത്. അതൊക്കെ എടുത്ത് പിന്നെ കാക്ക അവിടുന്ന് ഫ്രൂട്ട്സൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ പോയത് ബഡാ ബസാറിലാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാ കൊല്ലം നോട്ട്സൊക്കെ വാങ്ങാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി മെട്രോന്ന് ഓഫർ കൊണ്ട് മെട്രോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാക്ക ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോൾ നോക്കുന്നത് കിച്ചണിലേക്ക് വേണ്ടുന്ന സാധനങ്ങളായിരിക്കും കേട്ടോ. ജസ്റ്റ് വാങ്ങുന്നില്ലെങ്കിൽ ഇങ്ങനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല കണ്ടെയ്നേഴ്സ് ഉണ്ടായിരുന്നു, അതേപോലെ സ്റ്റീലിൻ്റെ പാത്രങ്ങളുടെ ഒരു ശേഖരം തന്നെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കണ്ടാൽ വാങ്ങിപ്പോകും. ഞാനൊന്നും വാങ്ങണമെന്ന് വിചാരിച്ച് പോയതാണ്, എനിക്കതിൻ്റെ കൂടെ അങ്ങനെ പോയതാണ്. പക്ഷേങ്കിൽ ഞാൻ വാങ്ങിപ്പോയി. സാധാരണ എന്താ പറയുക, അങ്ങനെ വാങ്ങില്ല. ഇപ്രാവശ്യം കണ്ടപ്പോൾ ഞാൻ ഒരു മസാല ഇടുന്ന പാത്രം അതേപോലെ ഒരു സ്റ്റീലിൻ്റെ ഒരു കണ്ടെയ്നർ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനൊക്കെ പൊരിച്ച് വെക്കാൻ പറ്റുന്ന. പിന്നെ ഞങ്ങൾ ഒരു ജ്യൂസും സ്നാക്കൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചത് കേട്ടോ. എന്തായാലും ഈ ഒരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആയാലും ഇതിൻ്റെ ഷോപ്പിംഗ് ആയാലും കുറച്ച് ലേറ്റാവും. കാരണം നമുക്ക് സമയമെടുത്ത് പർച്ചേസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ബാക്ക് ടു സ്കൂളായാലും പെരുന്നാളിൻ്റെ അതായാലും ഏത് ഷോപ്പിംഗ് ആയാലും നമ്മൾ സമയമെടുത്തിട്ട് പർച്ചേസ് ചെയ്യണം. കാരണം സാധനങ്ങൾ ഗുണനിലവാരമൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം എടുക്കാൻ. പിന്നെ എത്ര നിലവാരം ഉണ്ടായാലും നമ്മൾ അല്ലെങ്കിൽ കുട്ടികളെ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും അതിൻ്റെ ഈട് നിൽക്കൽ. അപ്പോൾ നമ്മൾ ഇരട്ടിങ്ങൾ വരുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. നിങ്ങൾ കണ്ടോ, നമ്മളൊരു ഓട്ടോയിൽ പോകുമ്പോൾ നല്ല ഒരു വൈബാണ്. എല്ലാവരും കൂടി പോകുമ്പോൾ ഒരു രസം തന്നെയാണ് കേട്ടോ. കാർ പോകുന്നതിനും കാട്ടി നല്ല സുഖമാണ് ഓട്ടോയിലും ബസ്സിലൊക്കെ പോകാൻ കേട്ടോ. നമുക്ക് റിലാക്സ് ചെയ്തിരുന്നിട്ട് പോകാൻ പറ്റും. പിന്നെ നമ്മുടെ റോഡെല്ലാം നല്ല അടിപൊളി റോഡാണ്, കുണ്ടും കുഴിയൊന്നുമില്ല. പിന്നെ വീട്ടിലെത്തിയിട്ട് വൈകുന്നേരം അതായത് മഗ്‌രിബിന് നമുക്ക് പള്ളിയിലെ സ്വലാത്തുണ്ടായിരുന്നു. ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനും കുട്ടികളൊക്കെ ഉമ്മയും ഞാനും കുട്ടികളും അങ്ങനെ പള്ളിയിലേക്ക് പോവാണ് കേട്ടോ. ഫുൾ ബിസി ഡേ ആണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. കാരണം രാവിലെ പർച്ചേസിങ് ആയിരുന്നു. പർച്ചേസിങ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് മഗ്‌രിബിന് പള്ളിയിലേക്ക് പോയി തിരിച്ച് വരുമ്പം തന്നെ ഒരു 9:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുട്ടികളെല്ലാം ഉറങ്ങിയാട്ടോ. പിന്നെ ഞാനും ഉമ്മയും മാത്രമായി. അപ്പോൾ ഉമ്മയും വേഗം പോയി കിടന്നു. ഞാൻ ഈ നോട്ട്സെല്ലാം ഒന്ന് പൊതിയാന്ന് കരുതി. അപ്പോൾ കുട്ടികളൊക്കെ ഈ പകലിങ്ങനെ നടന്ന ഒരു ക്ഷീണമുണ്ട്, അവിടെ ഷോപ്പിങ്ങിനൊക്കെ പോയ ഒരു ക്ഷീണമല്ലേ. അങ്ങനെ ഒന്നും നമ്മൾ ടൗണിൽ നിന്ന് ഇറങ്ങുന്നില്ലല്ലോ, വല്ലപ്പോഴും എല്ലാം ഇറങ്ങുന്നില്ല. അപ്പോൾ അവർക്ക് അതിൻ്റേതായ ക്ഷീണമുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പൊതി ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഒരുപാട് ഞാൻ ഇങ്ങനെ റിവ്യൂ കണ്ടു, അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് വാങ്ങിയതാണ്. സംഭവം അടിപൊളിയാണ് കേട്ടോ. കാരണം ചെറിയ നോട്ടിനുള്ളതുണ്ട്, അതേപോലെ കോളേജ് നോട്ടിനുള്ളതുണ്ട്, ടെക്സ്റ്റ് ബുക്കിനുള്ളതുണ്ട്. അങ്ങനെ 30 പീസ്, ചെറിയ ബുക്കിൻ്റെ 10, കോളേജ് ബുക്കിൻ്റെ 10, അതേപോലെ ടെക്സ്റ്റ് ബുക്കിൻ്റെ 10, അങ്ങനെ 30 പീസ് പോലും നമുക്ക് ഇതിലുണ്ട്. നമ്മൾ മുറിക്കണ്ട, തറിക്കണ്ട, അതേപോലെ മടക്കണ്ട, സ്റ്റേപ്ലർ എടുക്കണ്ട, ഒന്നും വേണ്ട. ജസ്റ്റ് സ്റ്റിക്കർ വരച്ച് നമ്മൾ ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മൾ അടിപൊളിയായിട്ട് നമുക്ക് പൊതിയിടാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. സൂപ്പർ സാധനമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടിയിട്ട് നിങ്ങൾ വേഗം പോയിട്ട് വാങ്ങിക്കോട്ടോ. നമുക്ക് കുറേ നമ്മളെ സമയം ലാഭിക്കാനും സാധിക്കും. ആദ്യം നമുക്കിത് എങ്ങനെ ഒട്ടിക്കേണ്ടതെന്നുള്ളൊരു തിരുവാതിര കിട്ടുന്നുണ്ട്. പക്ഷേ അതിൽ തന്നെ എല്ലാ ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്താൽ മതി. ആ ഒരു പൊതിൻ്റെ
എന്താ പറയുക ബാഗിൽ തന്നെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റിക്കറിൻ്റെ മുകളിൽ നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. 1 2 3 4 എന്ന് പറഞ്ഞിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നമ്മൾ ചെയ്താൽ മതി കേട്ടോ. നമ്മൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം, ചുരുളാതെ നല്ല പെർഫെക്റ്റായിട്ട് അയൺ ചെയ്ത് കൊടുക്കുന്ന പോലെ നമ്മളൊന്ന് ചെയ്താൽ മതി. അപ്പം നമ്മൾ പൊതിയൊക്കെ ഇടൽ അടിപൊളിയായിട്ട് വരും കേട്ടോ. ഇനി ഇടയ്ക്ക് ആ ഒരു 2 സൈഡും ഒന്ന് നമ്മൾ ഉള്ളിലോട്ടാക്കിയിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് വാങ്ങാനൊരു കാരണമുണ്ട്, അതും കൂടി ഞാൻ പറയാം. കഴിഞ്ഞ തവണ ഈ കുട്ടിക്ക് ലാസ്റ്റോട്ടൊരു സ്വഭാവം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആയാലും നോട്ട് ബുക്കിൻ്റെ ആയാലും പൊതി ഇങ്ങനെ സ്റ്റേപ്ലർ ഇളക്കി അഴിച്ചിട്ട് പൊതിയൊക്കെ അഴിച്ചിട്ട് കൊണ്ടുവരുന്നൊരു സ്വഭാവം. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്രാവശ്യം ഈ ഒരു സ്റ്റിക്ക് ചെയ്യുന്ന പൊതി ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതാകുമ്പോൾ എന്തായാലും പരക്കാനാവില്ല കേട്ടോ. നോട്ട്സും അതേപോലെ ടെക്സ്റ്റ് ബുക്കൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. അപ്പോൾ നോട്ടും ടെക്സ്റ്റൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ അങ്ങനെയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം മാത്രം ലാസ്റ്റ് ടൈം അവളായിരുന്നു എന്താ പറയുക, ആൺകുട്ടികളൊക്കെ കൂടിയിട്ട് ഇങ്ങനത്തെ ഒരു പണിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പൊതിയിടലൊക്കെ കഴിഞ്ഞു. ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ, എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ലൈവായിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു തരാം. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്നും പൊങ്ങിയിട്ടുമില്ല, ഒരിതുമില്ല. നല്ല സൂപ്പർ പൊതിയാണ്. വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോട്ടെ, എന്തായാലും നഷ്ടം വരില്ല. നല്ല അടിപൊളി പൊതിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും താങ്ക് യു.